ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരു ഭക്തൻ ചോദിച്ചിരിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയാണ്, 7-ാം മാസം കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ശബരിമലയിൽ പോകാമോ എന്നുള്ളതാണ് ചോദ്യം. പണ്ട് കാലത്ത് ഗർഭിണി 7-ാം മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ശബരിമലയിൽ പോകുന്ന ഭക്തരുടെ എണ്ണം കുറവായിരുന്നു. കാര്യം 7-ാം മാസത്തിന് ശേഷം എപ്പോഴും വേണമെങ്കിലും ഗർഭിണിക്ക് ഒരു അടിയന്തര ഘട്ടം വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളത് പരമപ്രധാനമായിട്ടുള്ള കാര്യമാണ്. വീട്ടിലെ ഗൃഹനാഥനും മറ്റുമൊക്കെ ശബരിമലയ്ക്കൊക്കെ പോയിരുന്നാൽ അവർക്ക് അടിയന്തരമായിട്ട് അങ്ങനെ എത്തിക്കാനൊക്കെ ഉള്ള സാഹചര്യം പണ്ട് കാലത്ത്, അതായത് വർഷങ്ങൾക്ക് മുമ്പുള്ള കാലഘട്ടത്തിൽ വളരെ കുറവായിരുന്നു. ആ ഗർഭിണിയോടൊപ്പം പുരുഷന്മാർ അവിടെ ഉണ്ടാകണം എന്നുള്ളത് കൊണ്ട് ആ വീട്ടിലെ പുരുഷന്മാർ ദൂരേക്കൊന്നും പോകാൻ പാടില്ല. ശബരിമല എന്ന് പറഞ്ഞാൽ അന്ന് ഗതാഗതമൊക്കെ വളരെ ദുർഘടമായ കാലഘട്ടമായിരുന്നു. ബസ്സിലൊക്കെ പോയിട്ട് വരുമ്പോൾ ഒരുപാട് ടൈം എടുക്കുമായിരുന്നു. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ 7-ാം മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് ഉണ്ടാകുന്ന അടിയന്തര ഘട്ടങ്ങളെ പരിഗണിച്ചിട്ട് മലയ്ക്ക് പോകാതിരിക്കുമായിരുന്നു. അല്ലാതെ അതൊരു ആചരണം എന്നുള്ള നിലയിൽ തടസ്സമായിട്ടല്ലായിരുന്നു. ഇന്നാണെങ്കിൽ ഗതാഗത സൗകര്യങ്ങളും കമ്മ്യൂണിക്കേഷനും ഒക്കെ വളരെ വികസിച്ച ഈ കാലഘട്ടത്തിൽ 7-ാം മാസത്തിന് ശേഷവും ശബരിമലയിൽ പോകുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷെ ആ ഗർഭിണിക്ക് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ട് വേണം ശബരിമലയ്ക്ക് പോകാൻ എന്നുള്ളത് അറിയുക. മാത്രമല്ല, ശബരിമലയിൽ നമ്മൾ മുകളിൽ ചെന്ന് കഴിഞ്ഞതിന് ശേഷം ഇവിടെ പ്രസവിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ വെച്ച് വാലായ്മ സംഭവിക്കുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ടാകാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിൽ വളരെയധികം നിഷ്ഠകൾ പാലിച്ചിരിക്കുന്നത്. അപ്പം ഭാര്യ ഉടനെ ഒന്നും പ്രസവിക്കില്ല എന്നൊക്കെ ഒരു ഉറപ്പൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് ഉണ്ടെങ്കിൽ ശബരിമലയിലേക്ക് പോകുന്നതിൽ 7 മാസം കഴിഞ്ഞിട്ടും തെറ്റൊന്നുമില്ല. പക്ഷെ 9 മാസം പൂർണ്ണ ഗർഭിണിയാണ്, അടുത്ത ദിവസം പ്രസവിക്കും എന്നൊക്കെയുള്ള നിലയിൽ നിൽക്കുമ്പോഴും ചിലരൊക്കെ ശബരിമലയ്ക്കൊക്കെ പോകാൻ തയ്യാറാകുന്നത് കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ്. കാര്യം ചിലപ്പോൾ നമ്മൾ മലയ്ക്ക് മുകളിൽ എത്തുമ്പോൾ ഭാര്യ പ്രസവിച്ചു. അപ്പോൾ ചിലരുടെ വിശ്വാസം എന്താണ്, ഇത് അവിടെ അറിയിക്കാതിരുന്നാൽ പ്രോബ്ലം ഇല്ല എന്നുള്ളതാണ്. പക്ഷെ അറിഞ്ഞു വെച്ചുകൊണ്ട് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ ശബരിമലയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് മാത്രം കമ്മ്യൂണിക്കേഷൻ നടത്തി ആ ഭാര്യ പ്രസവിച്ചു എന്ന് പറയുമ്പോൾ അറിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ മാത്രമാണ് ബാലായ്മ പുലകൾ ബാധിക്കുക എന്നുള്ളത് കൊണ്ട് അതൊരു സേഫ് ആയിട്ടുള്ള സ്ഥാനമാണ്. അതായത് നമ്മളൊരു അമ്പലത്തിനകത്തോ മറ്റോ പ്രവേശിച്ച് നിൽക്കുമ്പോൾ വീട്ടിലൊരു എന്തെങ്കിലും അനിഷ്ട സംഭവം നടന്നു, ഒരു പുലയുണ്ടായി, ഒരു വാലായ്മ ഉണ്ടെങ്കിൽ ഈ വ്യക്തിയെ ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിന് പുറത്ത് ഇറക്കിയിട്ടായിരിക്കും പറയുക. ഇല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിന് അകത്ത് വെച്ച് അയാൾ അറിഞ്ഞു കഴിഞ്ഞാൽ പുല അയാൾക്ക് അതിനകത്ത് വെച്ച് തന്നെ, അല്ലെങ്കിൽ വാലായ്മ അതിനകത്ത് വെച്ച് തന്നെ സംഭവിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടി പുറത്ത് ഇറക്കിയിട്ടേ പറയാറുള്ളൂ. കാര്യം അകത്ത് വെച്ച് ഇയാൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ അറിയാതെ ചെയ്യുന്ന കാര്യത്തിൽ പുല വാലായ്മകൾ ബാധിതമല്ലെന്നാണ് പൊതുവിലുള്ള വിശ്വാസം. അതാണ് ഇവിടെ ഇപ്പം 7-ാം മാസത്തിന് ശേഷം പോകാം, ഹൈ റിസ്ക് ആയിട്ട് നിൽക്കുന്ന ഒരു കണ്ടീഷനിൽ മാത്രം ഒഴിവാക്കപ്പെടുക എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്.